Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 309 കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റിലെ തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബിൽഡിംഗ് ഫെയിലിയേഴ്സ് ആൻഡ് ഇറ്റ്സ് റീസൺസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3ൽ സ്കഫോൾഡിങ്ങിൻ്റെ ടോപ്പിക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ബിൽഡിംഗ് ഫെയിലിയർ, ജനറൽ റീസൺ, കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് RCC, സ്റ്റീൽ ആൻഡ് മേസണറി സ്ട്രക്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടാണ് കിടക്കുന്നത്, കാരണം ഫെയിലിയറിൻ്റെ റീസൺസ്, RCC സ്ട്രക്ചർ, സ്റ്റീൽ സ്ട്രക്ചർ, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലി ടോപ്പിക്ക് വളരെ ബ്രീഫായിട്ടാണ്, പക്ഷേ ഓരോ ഹെഡിങ്ങിൻ്റെ കീഴിലും കുറച്ച് കാര്യമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോസസ് ഓഫ് ബിൽഡിംഗ് ഫെയിലിയർ. അപ്പോൾ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ബിൽഡിംഗ് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത്? ലാക്ക് ഓഫ് പ്രൊഫഷണൽ ഡിസൈൻ, അൺവാറണ്ടബിൾ എറേഴ്സ് ഇൻ കാൽക്കുലേഷൻ ഓഫ് ലോഡ്, പുവർ ട്രെയിനിങ് ഓഫ് ഫീൽഡ് ഇൻസ്പെക്ടർ, ഇൻഅഡിക്വേറ്റ് റിവ്യൂ ഓഫ് കൺസ്ട്രക്ഷൻ, നാച്ചുറൽ കോസസ്, കോംപ്രമൈസസ് ഇൻ പ്രൊഫഷണൽ എത്തിക്സ്. അപ്പോൾ യൂഷ്വലി ഒരു ബിൽഡിംഗ് ഫെയിലിയർ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ, ഒന്ന് പ്രൊഫഷണലായിട്ട് നമ്മളതിനെ ഡിസൈൻ ചെയ്തില്ല എങ്കിൽ, അതുപോലെ ലോഡ് കാൽക്കുലേഷൻ എറർ സംഭവിച്ചാൽ. ഇപ്പോൾ നമ്മളൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോ സ്റ്റോറിയിലും വരുന്ന ലോഡുകളൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ വിൻഡ് ലോഡും എർത്തിക്വേക്ക് ലോഡൊക്കെ കൺസിഡർ ചെയ്യണം. അതിൽ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ബിൽഡിംഗ് ഫെയിലിയർ ഫ്യൂച്ചറിൽ ഉണ്ടാകും. ഇനി അടുത്തത് ഫീൽഡ് ഇൻസ്പെക്ടർ, സൈറ്റ് സൂപ്പർവൈസറിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് ഉണ്ടാകും. അതുപോലെ ഇൻഅഡിക്വേറ്റ് റിവ്യൂ ഓഫ് കൺസ്ട്രക്ഷൻ, അതായത് ക്വാളിറ്റി കൺട്രോൾ കറക്റ്റായിട്ട് ചെയ്യണം. ഓരോ വീക്കിലിയും നടക്കുന്ന വർക്കുകളുടെ അപ്ഡേറ്റും അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെയും മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ്റെയും ക്വാളിറ്റി ചെക്കുകൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവണം. അടുത്തത് നാച്ചുറൽ കോസ്, നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്തും കൺസ്ട്രക്ഷന് ശേഷവും എർത്ത്ക്വേക്ക്, ഫ്ലഡ്, ഹെവി വിൻഡ്, സ്റ്റോം, ഇതുമൂലം എന്തെങ്കിലുമൊക്കെ ഫെയിലിയേഴ്സ് സംഭവിക്കാം. അടുത്ത കോംപ്രമൈസസ് ഇൻ പ്രൊഫഷണൽ എത്തിക്സ്. ആ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർ, വർക്കേഴ്സ്, എൻജിനീയേഴ്സ്, ആർക്കിടെക്റ്റ് മുതൽ എല്ലാവർക്കും ഓരോ എത്തിക്സ് ഉണ്ട്. അവർ അവരുടെ എത്തിക്സിന് വിപരീതമായി എന്തെങ്കിലും കള്ളത്തരം കാണിക്കുകയോ വല്ലതൊക്കെ ചെയ്യുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ബിൽഡിങ്ങിനെ ആയിരിക്കും. ഇത്രയാണ് നമുക്ക് നോർമലി ഒരു ബിൽഡിംഗ് ഫെയിലിയർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ, ബിൽഡിംഗ് ഫെയിലിയറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ, കൺസ്ട്രക്ഷൻ ഫെയിലിയർ, സർവീസ് ഫെയിലിയർ, മെയിൻ്റനൻസ് ഫെയിലിയർ, സ്ട്രക്ചറൽ ഫെയിലിയർ, എസ്തെറ്റിക് ഫെയിലിയർ, ഫങ്ഷണൽ ഫെയിലിയർ. അപ്പോൾ ബിൽഡിംഗ് ഫെയിലിയറിനെ നമുക്ക് ഈ ഇത്രയും രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. കൺസ്ട്രക്ഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഫെയിലിയേഴ്സ് സംഭവിക്കുന്നത്. സർവീസ് ഫെയിലിയർ എന്ന് വെച്ചാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫെയിലിയർ. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ മെയിൻ്റനൻസ് കൊടുക്കാത്തത് കൊണ്ട് ഒരു കമ്പികൾ തുരുമ്പെടുത്ത് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീം കോളംസൊക്കെ പതുക്കെ ഡാമേജ് ആയി പോവുകയോ ചെയ്യാം. അടുത്തത് സ്ട്രക്ചറൽ ഫെയിലിയർ. സ്ട്രക്ചറൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിൻ്റെ മെയിനായിട്ടുള്ള സ്ട്രക്ചറൽ മെമ്പേഴ്സായിട്ട് ബീം, കോളം, സ്ലാബ്, വാൾ, ഇതിലെന്തെങ്കിലുമൊക്കെ ഫെയിലിയർ സംഭവിക്കുക. അടുത്ത എസ്തെറ്റിക് ഫെയിലിയർ, ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന വർക്കുകളിൽ എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു. അടുത്ത ഫങ്ഷണൽ ഫെയിലിയർ, അതായത് ബിൽഡിംഗ് മൊത്തത്തിൽ ഫെയിലിയർ ആയിട്ടില്ല, പക്ഷേ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു റൂം അല്ലെങ്കിൽ അതിൻ്റെ ടോയ്ലറ്റിൻ്റെ വർക്കിംഗ് പ്രോപ്പർ അല്ല എങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഫങ്ഷണൽ ഫെയിലിയർ എന്ന് പറയാം. ഇപ്പോൾ ലിഫ്റ്റ് ഫെയിലിയർ ആകുന്നു, ഇതെല്ലാം ഫങ്ഷണൽ ഫെയിലിയറിൽ വരും. ഫെയിലിയർ ഓഫ് ബിൽഡിംഗ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കുറേ ഫെയിലിയേഴ്സ് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ അത് മെയിനായിട്ട് വരുന്ന ഫെയിലിയേഴ്സിനെ നമുക്ക് 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഫൗണ്ടേഷൻ ഫെയിലിയർ, ഫെയിലിയർ ബൈ ഓൾട്ടറേഷൻ, ഇംപ്രോപ്പർ മെയിൻ്റനൻസ്, ഓവർലോഡിംഗ് ഡ്യൂ ടു ഫയർ, വിൻഡ് ആൻഡ് എർത്ത്. ഇത് 4 മെയിൻ കാറ്റഗറീസ് ഓഫ് ബിൽഡിംഗ് ഫെയിലിയർ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ആദ്യം തന്നെ ഫൗണ്ടേഷൻ ഫെയിലിയർ ആണ്. ഫൗണ്ടേഷൻ ഫെയിലിയറിനെ വീണ്ടും നമുക്ക് കുറേ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെ കൊണ്ടാണ് ഫൗണ്ടേഷൻ ഫെയിലിയർ ഉണ്ടാകുന്നത്? Foundation failure may be due to unequal settlement of soil, subsoil moisture movement, lateral movement of subsoil, weathering of subsoil, flow of water near foundation, poor construction. ഇത് ഓരോന്ന് നമുക്ക് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് സബ്സോയിൽ. അപ്പോൾ നമുക്കറിയാം സബ്സോയിലിൽ അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഉണ്ടായാൽ ഫൗണ്ടേഷൻ സെറ്റിലാവും, അതുവഴി ബിൽഡിങ്ങും സെറ്റിലാവും. ലീഡ്സ് ടു ഹെവി സ്ട്രെസ്സസ് ഇൻ ദ കൺസ്ട്രക്ഷൻ കമ്പോണൻറ്റ് ഓഫ് ദ ബിൽഡിംഗ്, ലീഡ്സ് ടു ക്രാക്ക്. അപ്പോൾ അൺഈക്വൽ സെറ്റിൽമെൻറ്റ് സബ്സോയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹെവി സ്ട്രെസ്സസ്, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻസ് ആയ ബീം, കോളം, സ്ലാബിൽ ഹെവി സ്ട്രെസ് ഉണ്ടാക്കുകയും അത് ഫർദർ ബിൽഡിങ്ങിൽ എവിടെയെങ്കിലും ക്രാക്കായിട്ട് മാറുകയും ഫർദർ ഫെയിലിയർ ഉണ്ടാകുകയും ചെയ്യും. അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് സബ്സോയിൽ ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് സബ്സോയിലിൽ ഈ അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, നോൺ യൂണിഫോം നേച്ചർ ഓഫ് സോയിൽ.
നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന അവിടുത്തെ സോയിൽ നോൺ യൂണിഫോം ആണെങ്കിൽ, അതായത് പകുതി നല്ല സോയിൽ പകുതി പാറയാണ്, കുറേയൊക്കെ നമ്മുടെ ചതുപ്പ് നിലം നമ്മൾ സോയിൽ ഡംപ് ചെയ്ത് നികത്തിയതാണ്. അപ്പോൾ അന്ന് ഒരു നോൺ യൂണിഫോം നേച്ചർ ഓഫ് സോയിലാണ് ഉള്ളതെങ്കിൽ ഈ അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാകും. അൺഈക്വൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോയിൽ സ്ട്രാറ്റ. അപ്പോൾ അവിടെ ഉള്ള സോയിൽ സ്ട്രാറ്റയിൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഒരു യൂണിഫോം അല്ലെങ്കിൽ അൺഈവൺ ആയിട്ടാണ്. അതായത് ഒരു പോർഷനിൽ ലോഡ് കൂടുതലും ചെറിയ പോർഷൻ അടുത്ത പോർഷനിൽ ലോഡ് കുറവുമാണെങ്കിൽ അവിടെ അൺഈക്വൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാകും. ഫെയിലിയർ ക്യാൻ ബി ചെക്ക്ഡ് ബൈ. അപ്പോൾ ഈ പറയുന്ന ഫെയിലിയേഴ്സ്, അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് സോയിൽ ഫെയിലിയറൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം? റെസ്റ്റിംഗ് ദ ഫൗണ്ടേഷൻ ഓൺ റിജിഡ് സ്ട്രാറ്റ. അപ്പോൾ എപ്പോഴും നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഫൗണ്ടേഷൻ റെസ്റ്റ് ചെയ്യേണ്ടത് റിജിഡ് സ്ട്രാറ്റയിലാണ്. അതായത് ഇപ്പോൾ ചെറിയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഗുഡ് സോയിൽ കാണുന്നവിടെയാണ് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ റോക്ക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റോക്ക് കാണുന്നിടത്ത് ഫൗണ്ടേഷൻ ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ചെയ്യേണ്ടി വരും. ഡിറ്റർമൈനിങ് ദ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ബിഫോർ ഡിസൈനിങ് ദ ഫൗണ്ടേഷൻ. അതേപോലെ ബ്ലാങ്ക് ആയിട്ട് ഒരു ബിൽഡിംഗ് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നതിന് പകരം അവിടുത്തെ സോയിലിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അതിന് അനുയോജ്യമായ രീതിയിൽ വേണം നമ്മൾ ബിൽഡിംഗ് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ. പ്രോപ്പർലി ഡിസൈനിങ് ദ ബേസ് ഓഫ് ഫൗണ്ടേഷൻ. അതുപോലെ ഫൗണ്ടേഷൻ്റെ ബേസ്, ഏറ്റവും താഴത്തെ പോർഷൻ നല്ല രീതിയിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ കഴിഞ്ഞു. രണ്ടാമത്തത് സബ്സോയിൽ മോയ്സ്ചർ മൂവ്മെൻറ്റ്. ഫൗണ്ടേഷൻ ഫെയിലിയർ ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം സബ്സോയിൽ മോയ്സ്ചർ മൂവ്മെൻറ്റ്. വെൻ ദ വാട്ടർ ടേബിൾ ഡ്രോപ്പ് ഡൗൺ ദർ വിൽ ബി shrinkage ഓഫ് സബ്സോയിൽ വിച്ച് ലീഡ്സ് ടു ക്രാക്ക് ഇൻ ബിൽഡിംഗ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ഗ്രൗണ്ടിൽ കുറച്ച് ലെവൽ താഴെ മാറിയിട്ട് വാട്ടർ ടേബിളുണ്ട് അല്ലേ, വെള്ളത്തിൻ്റെ ഒരു ലെവലുണ്ട്. അപ്പോൾ ഈ വാട്ടർ ടേബിൾ സഡനായിട്ട് ഡ്രോ ഡൗൺ ചെയ്യാം, പെട്ടെന്ന് താന്നു പോകാം. അപ്പോൾ അങ്ങനെ വാട്ടർ ടേബിൾ സോയിലിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് ഡ്രോ ഡൗൺ താഴത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ സബ്സോയിൽ shrinkage ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ shrinkage ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ്സ് നേരെ നമ്മുടെ ബിൽഡിങ്ങിൽ ക്രാക്സ് ഉണ്ടാകുന്ന രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഡ്യൂറിങ് അപ്വേർഡ് മൂവ്മെൻറ്റ് ഓൾസോ. അതേപോലെ വാട്ടർ ടേബിൾ താഴ്ന്നു പോകുന്നതിന് പകരം വാട്ടർ ടേബിൾ മഴയൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വാട്ടർ ടേബിൾ ഒരുപാട് ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്ക് പൊങ്ങി വരുവാണെങ്കിൽ അവിടെ സബ്സോയിൽ സ്വെല്ലിംഗ് ഉണ്ടാകും. ഈ സ്വെല്ലിംഗ് ഉണ്ടാകുന്നത് കൊണ്ടും അതിനുണ്ടാകുന്ന സ്ട്രെസ്സിന് നമുക്ക് ബിൽഡിംഗ് ഫൗണ്ടേഷൻ വഴി ബിൽഡിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ബിൽഡിങ്ങിൽ ക്രാക്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അടുത്ത മൂന്നാമത്തെ ബിൽഡിംഗ് ഫെയിലിയർ, ഫൗണ്ടേഷൻ ഫെയിലിയറിൻ്റെ ഒരു കോസാണ് ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് സബ്സോയിൽ. വെരി സോഫ്റ്റ് സോയിൽ ഈസ് ലയബിൾ ടു മൂവ് ഔട്ട് ലാറ്ററലി അണ്ടർ വെർട്ടിക്കൽ ലോഡ്സ് എസ്പെഷ്യലി ഇൻ സ്ലോപ്പിംഗ് സോൺ. ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ എസ്പെഷ്യലി സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഉള്ളിടത്ത് സോഫ്റ്റ് സോയിലാണ് ഉള്ളതെങ്കിൽ അവിടെ വെർട്ടിക്കൽ അല്ലെങ്കിൽ ലാറ്ററൽ ലോഡ്സ് വരുമ്പോൾ അത് തെന്നി മാറാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. ഷീറ്റ് പൈൽസ് ക്യാൻ ബി ഡ്രിവൺ ടു റെസിസ്റ്റ് ദ ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് സോയിൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സബ്സോയിലിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷീറ്റ് പൈൽസ് കൺസ്ട്രക്ട് ചെയ്യാം. അടുത്ത വെതറിംഗ് ഓഫ് സബ്സോയിൽ. The root of the tree absorb moisture from the soil near the foundation, result in depression of foundation and causes the settlement, result in cracking. അപ്പോൾ വെതറിംഗ് ഓഫ് സബ്സോയിൽ, നമ്മുടെ വീടിൻ്റെ ചുറ്റും വലിയ വലിയ റൂട്ട്സ് ഉള്ള ട്രീ ഒക്കെ ഉണ്ടെങ്കിൽ ആ ട്രീയുടെ റൂട്ട്സ് പതുക്കെ മോയ്സ്ചർ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫൗണ്ടേഷൻ്റെ തൊട്ടടുത്ത് ചെറിയ ചെറിയ കുഴികൾ രൂപപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കുഴികൾ കൊണ്ട് ഫർദർ ഫ്യൂച്ചറിൽ സെറ്റിൽമെൻറ്റും ബിൽഡിങ്ങിൽ ക്രാക്സും ഉണ്ടാകാൻ കാരണമാകും. അടുത്തത് ഫ്ലോ ഓഫ് വാട്ടർ നിയർ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനെ തൊട്ടടുത്തുകൂടി വെള്ളം ഫ്ലോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെയും ഫൗണ്ടേഷൻ ഫെയിലിയർ ഉണ്ടാകും. സംടൈംസ് ദ വാട്ടർ ഫ്ലോ നിയർ ദ ഫൗണ്ടേഷൻ ലീഡ്സ് ടു സോയിൽ എറോഷൻ റിസൾട്ടിങ് ഫൗണ്ടേഷൻ ഫെയിലിയർ. ഫൗണ്ടേഷൻ്റെ തൊട്ടടുത്തുകൂടി വെള്ളം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് സോയിൽ എറോഷൻ ഉണ്ടാവുകയും അവിടെ നിന്ന് ഫൗണ്ടേഷൻ ഫെയിലിയർ ഉണ്ടാവുകയും ചെയ്യും. ദിസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ. ഈ രീതിയിൽ നമുക്ക് ഫെയിലിയർ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് ഫൗണ്ടേഷൻ ട്രെഞ്ചസ് വിത്ത് ഗുഡ് സോയിൽ ആൻഡ് കോമ്പാക്ഷൻ. ഇപ്പോൾ ഫൗണ്ടേഷൻ കുഴി എടുത്തിട്ട് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമ്മളതിനെ ബാക്ക് ഫില്ല് ചെയ്യും, ആ കുഴിയിൽ ബാക്ക് ഫില്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ ബാക്ക് ഫില്ല് ചെയ്യുന്നത് ഗുഡ് സോയിൽ വെച്ചിട്ട് വേണം ബാക്ക് ഫില്ല് ചെയ്യാൻ. അതേപോലെ അങ്ങനെ ഫില്ല് ചെയ്യുന്നതിനെ നന്നായിട്ട് കോമ്പാക്ട് ചെയ്തും വെക്കണം. പ്രൊവൈഡിങ് ജെൻറ്റിൽ സ്ലോപ്പ് എവേ ഫ്രം ദ വാൾ. അപ്പോൾ വോളിന് കുറച്ച് മാറിയിട്ട് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ കുറച്ചൊരു ജെൻറ്റിൽ സ്ലോപ്പ് കൊടുക്കുക. അതായത് വെള്ളം കെട്ടിക്കിടക്കാതെ പെട്ടെന്ന് കുറച്ച് ദൂരം മാറി ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ജെൻറ്റിൽ സ്ലോപ്പ് ഗ്രൗണ്ടിൽ പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡിങ് നാരോ സ്ട്രിപ്പ് ഓഫ് കോൺക്രീറ്റ് അലോങ് ദ എക്സ്റ്റീരിയർ വാൾ.
എക്സ്റ്റീരിയർ വാളിൻ്റെ അടുത്തായിട്ട് കോൺക്രീറ്റിൻ്റെ ഒരു നാരോ സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുക. അതായത് തൊട്ട് താഴെയുള്ള മണ്ണിനെ ഇറോഡ് ചെയ്ത് പോകാതെ ആ കോൺക്രീറ്റ് ലെയറിൽ കൂടി വെള്ളം ഒഴുകി പോകാനുള്ള രീതിയിൽ ഒരു നാരോ സ്ട്രിപ്പ് കൺസ്ട്രക്ട് ചെയ്യുക. പ്രൊവൈഡിങ് ഗുഡ് ഡ്രെയിൻസ് എലോങ് ദ കോമ്പൗണ്ട് ഓഫ് ദ സൈറ്റ് ടു ഡ്രെയിൻ എവേ റെയിൻ വാട്ടർ. അപ്പോൾ നമ്മുടെ ആ ഒരു ബിൽഡിംഗ് കോമ്പൗണ്ടിൻ്റെ കോർണറിലായിട്ട് ഈ റെയിൻ വാട്ടർ കൊണ്ടുണ്ടാകുന്ന വെള്ളം കെട്ടിക്കിടക്കാതെ പെട്ടെന്ന് പുറത്തേക്ക് ഒലിച്ചു പോകാനുള്ള രീതിയിൽ നല്ല ഡ്രെയിൻസ് കൺസ്ട്രക്ട് ചെയ്യുക. അടുത്തത് പുവർ കൺസ്ട്രക്ഷൻ. ഇഫ് ദ മോട്ടാർ തിക്നെസ് ഈസ് ടു ലാർജ് ഓർ thorough stones are not used at regular intervals, the stone masonry built for foundation may settle, result in cracks in structure. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഫെയിലിയർ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും അവസാനത്തത് ഇപ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ ഏറ്റവും മോശമായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിലും ഫൗണ്ടേഷൻ ഫെയിലിയർ ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ തറ കെട്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റോൺ മേസൺറി വെച്ചിട്ടാണ് കെട്ടിപ്പോകുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റോൺ മേസൺറിയാണ് ഫൗണ്ടേഷൻ്റെ മുകളിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോൺ മേസൺറിയിൽ ഉപയോഗിക്കുന്ന മോട്ടാർ, സിമെൻറ്റിൻ്റെയും സാൻഡിൻ്റെയും പേസ്റ്റ്, അതിൻ്റെ തിക്നെസ്, നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടാറിൻ്റെ തിക്നെസ് ഒരുപാട് ലാർജർ ആണെങ്കിലും അതുപോലെ നമ്മൾ സ്റ്റോൺ മേസൺറിക്ക് ഉപയോഗിക്കുന്ന കല്ലുകൾ അത് ചെറിയ ചെറിയ ഗ്യാപ്പിൽ നമുക്ക് ത്രൂ സ്റ്റോൺസ് യൂസ് ചെയ്യും. കുറച്ച് നല്ല സൈസിലുള്ള സ്റ്റോൺസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോൾട്ട് വന്നാലും, അതായത് ഒരുപാട് കട്ടിയുള്ള മോട്ടർ ഉപയോഗിച്ചാലും കട്ടി കൂടാത്ത സ്റ്റോൺസ്, ത്രൂ സ്റ്റോൺസ് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് എന്ത് സംഭവിക്കും? ഫൗണ്ടേഷൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും, അവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാവുകയും ഫർദർ ആ ബിൽഡിങ്ങിൽ ക്രാക്സ് ആയിട്ട് മാറുകയും ചെയ്യും. ഇത്രയൊക്കെയാണ് നമുക്ക് ബിൽഡിംഗ് ഫെയിലിയർ ഡ്യൂ ടു ഫൗണ്ടേഷൻ ഫെയിലിയർ കൊണ്ടുണ്ടാകുന്ന ബിൽഡിംഗ് ഫെയിലിയറിൻ്റെ ടൈപ്സും അതിൻ്റെ കോസസും വരുന്നു. രണ്ടാമത്തെ മെയിൻ കാറ്റഗറി എന്ന് വെച്ചാൽ ഫെയിലിയർ ബൈ ഓൾട്ടറേഷൻ അല്ലേ. നമ്മൾ ഫെയിലിയർ പറഞ്ഞുകൊണ്ടിരുന്നത് 4 ഗ്രൂപ്പായിട്ട് തിരിച്ചു. അതിൻ്റെ അകത്ത് ഫൗണ്ടേഷൻ ഫെയിലിയറാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അടുത്ത ഫെയിലിയർ ബൈ ഓൾട്ടറേഷനാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഉള്ള എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൽ നമ്മളായിട്ട് എന്തെങ്കിലും ഓൾട്ടറേഷൻ വർക്കുകൾ ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഫെയിലിയറാണ്. ദ ഓൾട്ടറേഷൻ മേ ബി ഇൻ ദ ഫോം ഓഫ് ഫോളോയിങ്. താഴെ പറയുന്ന രീതിയിൽ ഓൾട്ടറേഷൻസ് ആണ് കാരണം. ഓപ്പണിംഗ് ഇൻ വാൾ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഭിത്തി വാളിൽ നമ്മൾ എന്തെങ്കിലും ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. ഓവർഹെഡ് വാട്ടർ ടാങ്ക് ആൻഡ് റൂഫിൽ ഓവർഹെഡ് വാട്ടർ ടാങ്ക്സ് നമ്മളെ സെപ്പറേറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ. വാട്ടർ പ്രൂഫിംഗ് ലെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ. അഡീഷണൽ ഫ്ലോർ, ഒരു നിലയായിരിക്കും നമ്മൾ ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് യാതൊരു ലോഡ് കാൽക്കുലേഷൻ ചെയ്യാതെ വീണ്ടും അതിൻ്റെ മുകളിൽ അഡീഷണൽ ലെയർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടാകും. ടു അവോയ്ഡ് ദിസ് ടൈപ്പ് ഓഫ് ഫെയിലിയർ ഫോളോയിങ് പ്രിക്കോഷൻസ് ആർ നെസസറി. അപ്പോൾ ഈ രീതിയിൽ ഓൾട്ടറേഷൻസ് കൊണ്ടുണ്ടാകുന്ന ഫെയിലിയറിന് അവോയ്ഡ് ചെയ്യാനായിട്ട് താഴെ പറയുന്ന പ്രിക്കോഷൻസ് കറക്റ്റായിട്ട് എടുക്കുക. സൗണ്ട്നെസ് ഓഫ് ദ ബിൽഡിംഗ് ഷുഡ് ബി ചെക്ക്ഡ്. എന്ത് ഓൾട്ടറേഷൻ ചെയ്യുന്നതിന് മുമ്പും ആ ബിൽഡിങ്ങിൻ്റെ സൗണ്ട്നെസ്, ഇപ്പോൾ ഉള്ള കണ്ടീഷനും സ്ട്രെങ്ത്തും ഇപ്പോൾ ഓൾട്ടറേഷൻ നടത്താനുള്ള കപ്പാസിറ്റി അതിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദ കപ്പാസിറ്റി ഓഫ് ദ സ്ട്രക്ചറൽ കമ്പൗണ്ട് ടു ക്യാരി അഡീഷണൽ ലോഡ് ചെക്ക്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു നില ബിൽഡിംഗ് ആയിരിക്കും. ആ ഒരു നില ബിൽഡിങ്ങിൽ ബീമും കോളംസും ഒക്കെ ഉണ്ടാവും, വാളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു വാട്ടർ ടാങ്കോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു ഫ്ലോർ തന്നെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ഇരിക്കുന്ന സ്ട്രക്ചറൽ കമ്പോണൻസിന് മുകളിൽ വരുന്ന എക്സ്ട്രാ ലോഡിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ കൺസ്ട്രക്ഷൻ എൻഷോർ. അപ്പോൾ ഓൾറെഡി ഒരു ബിൽഡിംഗ് ഉണ്ട് അല്ലേ, അപ്പോൾ അത് പഴയ കൺസ്ട്രക്ഷൻ മെറ്റീരിയലും മെത്തേഡും വെച്ച് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പുതിയൊരു വർക്കാണ് ചെയ്യാൻ പോകുന്നത്, ഓൾട്ടറേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പുതിയതും പഴയതുമായ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. അതായത് രണ്ടും തമ്മിൽ എന്താ പറയുക, ഒരു ബോണ്ടിങ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് ഫെയിലിയർ ഉണ്ടാവും. ഇനി ഓരോ തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾട്ടറേഷൻസ് കൊണ്ടുണ്ടാകുന്ന ഫെയിലിയർ, അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ്. അടുത്തത് ഇംപ്രോപ്പർ മെയിൻ്റനൻസ്. പ്രോപ്പറായിട്ട് നമ്മൾ ബിൽഡിംഗ് മെയിൻ്റനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫെയിലിയർ ഉണ്ടാവും. ലീക്കേജ് ത്രൂ വാൾസ് ഫ്രം റൂഫ്, സൺഷെയ്ഡ് ആൻഡ് ഫൗണ്ടേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. അതായത് നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് ഒരുപാട് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ റൂഫും സൺഷെയ്ഡും ഫൗണ്ടേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ലീക്കേജസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ലീക്കേജ് ഉണ്ടായാൽ ഉടനടി നമുക്ക് അതിനെ മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് അതിനെ അവോയ്ഡ് ചെയ്യണം. ദ വാൾസ് ആൻഡ് ദ സ്ട്രക്ചറൽ പാർട്സ് ഇൻ ദ ബിൽഡിംഗ് ഷുഡ് ബി പെയിൻറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ്. അപ്പോൾ വാൾസും അതുകൂടാതെയുള്ള മറ്റ് സ്ട്രക്ചറൽ മെമ്പേഴ്സും റെഗുലർ ഇൻ്റർവെല്ലിൽ പെയിൻറ്റ് ചെയ്യണം. ഈ പെയിൻറ്റിങ് എന്നാണ് നമ്മുടെ ബിൽഡിങ്ങിനെ വെതർ റെസിസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്നത്. വെള്ളം അബ്സോർബ് ചെയ്യാതെയും വെയിലിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തൊക്കെ നിർത്തുന്നത് ഈ പെയിൻ്റാണ്. അപ്പോൾ ഈ പെയിൻറ്റിങ് റെഗുലറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് ഉണ്ടാവും.
കൊറോഷൻ ഓഫ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ബി പ്രിവെൻറ്റഡ് ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ കവർ. അതുപോലെ നമ്മുടെ സ്ട്രക്ചറൽ മെമ്പറായ ബീം, കോളം, സ്ലാബ് ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ കമ്പി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പിയിൽ വരുന്ന കൊറോഷൻസ് അവോയ്ഡ് ചെയ്യണം. കാരണം കമ്പി തുരുമ്പെടുത്ത് തുടങ്ങിയാൽ ആ സ്ട്രക്ചർ പെട്ടെന്ന് കൊളാപ്സ് ആയി പോകും. അപ്പോൾ അങ്ങനെ കൊറോഷൻ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ, ഇപ്പോൾ നിങ്ങൾ DCSലൊക്കെ പഠിച്ചാണ്, നമ്മൾ കമ്പി അറ്റത്തല്ല കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ചെറിയൊരു ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ വിടുന്ന ഡിസ്റ്റൻസ് നമ്മൾ കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സ്ട്രക്ചറൽ മെമ്പർ കൺസ്ട്രക്ട് ചെയ്താലും പ്രോപ്പർ കവർ പ്രൊവൈഡ് ചെയ്യണം. അത് കൊറോഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഫെയിലിയർ ഡ്യൂ ടു ഫയർ, വിൻഡ്, എർത്ത് ക്വേക്ക് അങ്ങനെ നാച്ചുറൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഫെയിലിയർ. ദ റീസൺ ഓഫ് ബിൽഡിംഗ് ഫെയിലിയർ ഡ്യൂ ടു ഫയർ. അപ്പോൾ ഫയർ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ആ ബിൽഡിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദ കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ഡിമിനിഷസ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കോൺക്രീറ്റ് മെമ്പറിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും നന്നായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് ഓഫ് ദ സ്റ്റീൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഫയർ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം നല്ല രീതിയിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അങ്ങനെ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ് നല്ല രീതിയിൽ കുറഞ്ഞു പോകും. അപ്പോൾ ഫ്യൂച്ചറിൽ പെട്ടെന്ന് അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്ത മെക്കാനിക്കൽ ഫെയിലിയർ ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് വിത്ത് ടൈം. പതുക്കെ ഈ ഫെയിലിയർ ഉണ്ടായ ബിൽഡിങ്ങിൽ പതുക്കെ ഓരോ ബിൽഡിംഗ് മെറ്റീരിയൽസിനെയും മെക്കാനിക്കൽ ഫെയിലിയർ ഉണ്ടാകുകയും ബിൽഡിംഗ് കൊളാപ്സ് ആവുകയും ചെയ്യും. ഇതാണ് മെയിനായിട്ട് നമ്മുടെ ബിൽഡിംഗ് ഫെയിലിയറിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നതും അതിൻ്റെ റീസൺസും അത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഫയറിൻ്റെ കാര്യമാണ്. ഇനി അതുപോലെ വിൻഡുണ്ട്, എർത്ത് ക്വേക്ക് ഉണ്ട്. ദ വിൻഡ് പ്രഷർ ആൻഡ് എർത്ത് ക്വേക്ക് ഫോഴ്സ് ആർ ടു ബി കൺസിഡർ ഇൻ ദ ഡിസൈൻ ഓഫ് ബിൽഡിംഗ് ബേസ്ഡ് ഓൺ കോഡൽ പ്രൊവിഷൻ. ഇപ്പോൾ വിൻഡ്, എർത്ത് ക്വേക്ക് ഫോഴ്സ് ഉണ്ടാകുന്ന ഫെയിലിയറിനെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഫോഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്ത് ഒരു പരിധി വരെയുള്ള വിൻഡ് ലോഡും എർത്ത് ക്വേക്ക് ലോഡും താങ്ങാനുള്ള രീതിയിലായിരിക്കും നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹെവി ആയിട്ടൊരു എർത്ത് ക്വേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബിൽഡിംഗ് പൊട്ടിപ്പോവുകയും ചെയ്യും. ഇഫ് ദ ഫെയിലിയർ ഡ്യൂ ടു സച്ച് ഡിസാസ്റ്റർ ഹാപ്പൻസ്, ദ ഫെയിലിയർ ടു ബി ലോക്കലൈസ്ഡ് ആൻഡ് സഫിഷ്യൻറ്റ് വാർണിംഗ് ഈസ് സീൻ ഇൻ ദ ഫോം ഓഫ് ബെൻഡിങ്. അപ്പോൾ ഈ രീതിയിൽ എർത്ത് ക്വേക്കോ വിൻഡ് പ്രഷറൊക്കെ ഉണ്ടായാൽ തന്നെ സഡനായിട്ട് ബിൽഡിങ് പൊട്ടിപ്പോകത്തില്ല. ആ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ക്രാക്സ് ഉണ്ടാവുകയും ആ ക്രാക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയി രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സഫിഷ്യൻറ്റ് വാർണിംഗ് ടൈം നമുക്ക് കിട്ടും. ഈ ആസ് പെർ കോഡ് നമ്മൾ ഈ ഡിസൈൻ ലോഡ്സൊക്കെ കൺസിഡർ ചെയ്താണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ജനറൽ ബിൽഡിംഗ് ഫെയിലിയേഴ്സ് അതിൻ്റെ കോസസ് ആണ് പറഞ്ഞത്. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് വെച്ചാൽ ഫെയിലിയർ ഓഫ് വാൾ. ബിൽഡിങ്ങിലുള്ള വാൾസിൻ്റെ ഫെയിലിയർ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ കാരണങ്ങളാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The following are the reasons of failure of wall. Use of inferior building blocks. ക്വാളിറ്റി ഇല്ലാത്ത ബിൽഡിംഗ് ബ്ലോക്സ് ഉപയോഗിക്കുന്ന വഴി. കൺസ്ട്രക്ഷൻ ഡിഫക്ട്സ്. ബിൽഡിംഗ് വാൾസിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്തുണ്ടാകുന്ന ഡിഫക്റ്റുകൾ കൊണ്ട്. ഓവർലോഡിങ്. വാൾസിൻ്റെ മുകളിൽ നമ്മൾ ഓവറായിട്ട് ലോഡ് ചെയ്താൽ, അതിൻ്റെ താങ്ങാവുന്നതിന് കൂടുതൽ ലോഡ് ചെയ്താൽ. ഇൻസഫിഷ്യൻറ്റ് തിക്നെസ് ഓഫ് വാൾ. ചിലവർ റൂമിൻ്റെ അകത്ത് സ്പേസ് കൂട്ടാനും കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറക്കാനും കൺസ്ട്രക്ട് ചെയ്യുന്ന വാളിൻ്റെ തിക്നെസ് നല്ല രീതിയിൽ ചെറുതാക്കി പണിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബിൽഡിംഗ് ഫെയിലിയർ ഉണ്ടാകും. മോയ്സ്ചർ മൂവ്മെൻറ്റ്. ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് വാട്ടർ കണ്ടൻറ്റ് ഒരുപാട് കയറിക്കഴിഞ്ഞാൽ ഫംഗസ് ഉണ്ടാവുകയും വാൾസ് ഫെയിലിയർ ആവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് ഇൻഫീരിയർ ബിൽഡിംഗ് ബ്ലോക്സ്. നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ബിൽഡിംഗ് കട്ടകൾക്കും ബ്രിക്സിനും ഓരോ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. The stone used for the wall should satisfy a minimum compressive strength of 3.5 Newton/mm². അപ്പോൾ നമ്മൾ ഭിത്തിക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന ബ്രിക്ക് ആണെങ്കിലും സ്റ്റോൺ ആണെങ്കിലും അതിന് മിനിമം 3.5 Newton/mm² കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത കൺസ്ട്രക്ഷൻ ഡിഫക്റ്റ്. ഇഫ് വെർട്ടിക്കാലിറ്റി ഈസ് ലോസ് ഇറ്റ് വിൽ ലീഡ് ടു ദ ടെൻസൈൽ സ്ട്രെസ് ഇൻ വാൾ ആൻഡ് ലീഡ് ടു കൊളാപ്സ്. അപ്പോൾ നമ്മളൊരു ഭിത്തി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് വെർട്ടിക്കൽ ഷേപ്പിലായിരിക്കണം, അല്ലാതെ ചരിഞ്ഞിരിക്കാൻ പാടില്ല. കറക്റ്റ് വെർട്ടിക്കൽ ഷേപ്പിൽ വേണം. അതിൻ്റെ വെർട്ടിക്കാലിറ്റി നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ചരിഞ്ഞു പോയാൽ അതിനകത്ത് അഡീഷണൽ ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവുകയും അത് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുകയും ചെയ്യും. ദ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻറ്റ് ഷുഡ് ബി അവോയ്ഡഡ് ബൈ നെസസറി ക്ലോസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് കോഴ്സ്. ഇപ്പോൾ നമ്മൾ ബ്രിക്ക് മേസൺറി ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറയാം ഒരു ലെയറിനാണ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വീണ്ടും ഇതേ ലെയർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് റിപ്പീറ്റ് ആവും, ആ ബിൽഡിങ്ങിന് വലിയ സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ ഈ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് അടുത്ത ബ്രിക്ക് ഈ രീതിയിൽ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ.
ഈ ജോയിൻറ്റിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ വേണം ഈ ബ്രിക്കിനെ പ്ലേസ് ചെയ്യാൻ. ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഇവിടെ ഒരു ക്ലോസേഴ്സ് ഉപയോഗിക്കാം. ക്ലോസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വീൻ ക്ലോസർ, കിങ് ക്ലോസർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാറ്റ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ബിൽഡിങ്ങിൽ ഓരോ ലെയറിലുണ്ടാകുന്ന വെർട്ടിക്കൽ ജോയിൻസിനെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് കൺസ്ട്രക്ഷൻ ഡിഫക്ട്സ്. ഇത് അവോയ്ഡ് ചെയ്ത് കളയാം. അടുത്ത ഓവർലോഡിങ്. The heavy load is to be distributed over suitable length on the wall so that the stress on the building block is within the permissible value. അപ്പോൾ ബിൽഡിങ്ങിൽ ഉണ്ടാകുന്ന എല്ലാ ഹെവി ലോഡ്സും നല്ല രീതിയിൽ അതിൻ്റെ ഓരോ ബ്ലോക്കിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ വേണം അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ. Insufficient thickness of the wall. The walls of greater length and height should be designed based on the guidelines on the handbook on the masonry code published by BIS, Bureau of Indian Standard. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്ന രീതിയിൽ വേണം ആ വാളിൻ്റെ ലെങ്ത്തും ഹൈറ്റും തിക്നെസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ. അതായത് ഒരുപാട് ലെങ്ത്തുള്ള വാളാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഹൈറ്റും തിക്നെസ്സും എത്രയൊക്കെ വേണമെന്നുള്ളത് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, അതല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാകും. അടുത്ത മോയ്സ്ചർ മൂവ്മെൻറ്റ്. ദ പ്രൊലോങ്ഡ് വെറ്റ്നസ് ഓഫ് ദ വാൾ റിസൾട്ട് ഇൻ ലോസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് കൊളാപ്സ്. ഒരുപാട് നാൾ നമ്മുടെ ആ ബിൽഡിംഗ് കമ്പോണൻസ് ബ്രിക്കിൻ്റെ അകത്തേക്ക് വെള്ളം കയറിക്കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ ബ്രിക്കിൻ്റെ സ്ട്രെങ്ത് പോവുകയും ഫർദർ അത് കൊളാപ്സ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് വാട്ടർ മൂവ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ദ എക്സ്റ്റേണൽ വാൾ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് 18 mm പ്ലാസ്റ്റർ. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ അടിക്കുന്നത് പുറത്തെ ഭിത്തിക്കാണ് അല്ലേ. ഇപ്പോൾ ഒരു റൂം എടുത്താൽ, ഇങ്ങനെ ഒരു റൂം എടുത്താൽ ഇതിൻ്റെ പുറത്തെ ചുമരിലാണ് ഏറ്റവും കൂടുതൽ റെയിനും സൺലൈറ്റൊക്കെ അടിക്കുന്നത്. അപ്പോൾ പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റർ, തേക്കുന്ന സിമെൻറ്റ് പ്ലാസ്റ്ററിന് 18 mm തിക്നെസ് മിനിമം പ്രൊവൈഡ് ചെയ്യണം. ഡാം പ്രൂഫ് കോഴ്സ് ഉണ്ട് പ്രൊവൈഡ്. ഇപ്പോൾ ഭിത്തിയുടെ അകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഡാം പ്രൂഫ് കോഴ്സ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം. സൺഷെയ്ഡ് ടു ബി ഗിവൺ ടു ഡ്രെയിൻ എവേ റെയിൻ വാട്ടർ ഫ്രം ദ വാൾ. അപ്പോൾ വാളിലേക്കൊന്നും ഡയറക്റ്റ് വെള്ളം അടിക്കാത്ത രീതിയിൽ സൺഷെയ്ഡ് വെച്ചിട്ട് വാട്ടറിനെ പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് കളയണം. വാട്ടർ പ്രൂഫിംഗ് കോഴ്സ് ടു ബി ഗിവൺ ടു ദ റൂഫ്. റൂഫിൽ വെള്ളം കെട്ടിക്കിടന്ന് ലീക്കേജസ് വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഫർദർ ഭിത്തിയിലേക്ക് ഇറങ്ങും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി റൂഫിൽ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് വെച്ച് കോട്ട് ചെയ്യണം. ഇത്രയൊക്കെയാണ് നമുക്ക് വാൾസിൻ്റെ ഫെയിലിയറിൽ വരുന്നത്. അടുത്തൊരു മെയിൻ ഹെഡിങ് എന്ന് വെച്ചാൽ ഫെയിലിയർ ഓഫ് RCC സ്ട്രക്ചർ. റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് എന്തൊക്കെയാണ്? ദ ക്രാക്ക് ഇൻ ദ കോൺക്രീറ്റ് ലീഡ്സ് ടു ഇൻഗ്രഷൻ ഓഫ് മോയ്സ്ചർ മൂവ്മെൻറ്റ് ഇൻ കോൺക്രീറ്റ് ലീഡ്സ് ടു കൊറോഷൻ. അപ്പോൾ കോൺക്രീറ്റിൻ്റെ അകത്ത് ക്രാക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുവഴി മോയ്സ്ചർ കണ്ടൻറ്റ്, വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കമ്പിയൊക്കെ കൊറോഷൻ വന്ന് ആ കോൺക്രീറ്റ് തന്നെ കൊളാപ്സ് ആവുകയും ചെയ്യും. ദ കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് RCC മെമ്പേഴ്സ് ആർ. അപ്പോൾ കോൺക്രീറ്റ് മെമ്പറിൽ ഈ പറഞ്ഞ ഫെയിലിയേഴ്സ് ഉണ്ടാകാനുള്ള കാരണം യൂസ് ഓഫ് ഇൻഫീരിയർ മെറ്റീരിയൽ, ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പുവർ വർക്ക്മാൻഷിപ്പ്. കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ വർക്ക്മാൻഷിപ്പും ക്വാളിറ്റിയും പുവറാണെങ്കിൽ, ഓവർലോഡിങ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് RCC സ്ട്രക്ചേഴ്സിന് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ ഈ തട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞ്, കോൺക്രീറ്റ് മാറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെയൊക്കെ കമ്പിയൊക്കെ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് കൊറോഷൻ സംഭവിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ പുവർ വർക്ക്മാൻഷിപ്പ് കൊണ്ടുണ്ടാകുന്നതാണ്. കറക്റ്റായിട്ട് ചെയ്താൽ ഇതുപോലെയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫിനിഷിംഗ് കുറവ് കാണാം. ഇതൊക്കെ ഹണി കോംബ് എന്നാണ് പറയുന്നത്. ഇത് തട്ടടിച്ചപ്പോൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കോൺക്രീറ്റ് കോമ്പാക്ട് ചെയ്ത സമയത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് ഇൻഫീരിയർ മെറ്റീരിയൽ. അതായത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിമെൻറ്റ്, സാൻഡ്, വാട്ടർ. ഈ മൂന്നും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് വേണം യൂസ് ചെയ്യാൻ. ദ സിമെൻറ്റ് ഷുഡ് ബി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. ISO സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള സിമെൻറ്റ് വേണം യൂസ് ചെയ്യാൻ. സാൻഡ് ആൻഡ് കോസ് അഗ്രിഗേറ്റ്, ഫൈനും കോസ് അഗ്രിഗേറ്റും ഗ്രേഡഡ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കണം. നല്ല രീതിയിൽ വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റും അതുപോലെ നല്ല സ്ട്രെങ്ത് ഉള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലും വേണം യൂസ് ചെയ്യാൻ. വാട്ടർ ഷുഡ് ബി പോർട്ടബിൾ ആൻഡ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി സോൾട്ട്. പോർട്ടബിൾ എന്ന് വെച്ചാൽ ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന വാട്ടർ വേണം ഉപയോഗിക്കാനെന്നുള്ളതാണ്. അതായത് ആ വാട്ടറിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസും സോൾട്ട് കണ്ടൻസും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഫർദർ അതെന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഫെയിലിയർ ഡ്യൂ ടു പുവർ വർക്ക്മാൻഷിപ്പ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള പല ഫെയിലിയേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫോളോയിങ് മിസ്റ്റേക്സ് ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു പുവർ വർക്ക്മാൻഷിപ്പ്. പ്രോപ്പർ വർക്ക്മാൻഷിപ്പ് കറക്റ്റ് അല്ലെങ്കിൽ താഴെ പറയുന്ന മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടാകും. ഫോം വർക്ക് ഫെയിലിയർ. ഫോം വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ കോൺക്രീറ്റ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന തട്ടിനെയാണ് ഫോം വർക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു വുഡൻ അല്ലെങ്കിൽ സ്റ്റീൽ വെച്ചിട്ട് തട്ടടിക്കും, അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോം വർക്കിൽ വിടവുണ്ട്, ചരിവുണ്ട്, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കോൺക്രീറ്റിനെ അഫക്റ്റ് ചെയ്യും.
ഇംപ്രോപ്പർ മിക്സ് പ്രൊപ്പോർഷൻ, നമ്മുടെ ഈ സിമെൻറ്റ്, സാൻഡ്, അഗ്രിഗേറ്റ്, വാട്ടർ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സ് പ്രൊപ്പോർഷൻ ഉണ്ട്. അതെടുക്കുന്ന പ്രൊപ്പോർഷൻ കറക്റ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി പോറായിരിക്കും. അടുത്ത മിസ്റ്റേക്സ് ഇൻ പ്ലേസിങ് ആൻഡ് കോമ്പാക്റ്റിംഗ്. നമ്മൾ ഈ കോൺക്രീറ്റ് കൊണ്ടൊന്ന് തട്ടിലേക്ക് ഇടുക, അതിനെയാണ് പ്ലേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ പഠിച്ചായിരുന്നു, കോൺക്രീറ്റ് കൊണ്ടൊന്ന് ഇടുമ്പോൾ അത് 1 മീറ്റർ ഹൈറ്റിന് മുകളിൽ അതിനെ പ്ലേസ് ചെയ്യരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് സെഗ്രിഗേഷൻ ഉണ്ടാവും. അപ്പോൾ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ പ്രോപ്പർ കോമ്പാക്ഷൻ ചെയ്യണം. നന്നായിട്ട് കോമ്പാക്ട് ചെയ്താലേ അതിനകത്തുള്ള വോയിഡ്സൊക്കെ മാറി കോൺക്രീറ്റ് ഫുള്ളായിട്ട് ഹാർഡും സെറ്റിലും ആവും. അടുത്തത് മിസ്റ്റേക്സ് ഇൻ ക്യൂറിങ്. കോൺക്രീറ്റ് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ 28 ഡേയ്സ് നമുക്കതിനെ പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്യണം. ക്യൂർ ചെയ്താൽ മാത്രമേ അത് ഫുൾ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ക്യൂറിങ് പ്രോപ്പറായിട്ടല്ലെങ്കിലും നമുക്ക് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി മോശമായിരിക്കും. നോട്ട് പ്രൊവൈഡിങ് ജോയിൻറ്റ്സ്, അതായത് ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നതനുസരിച്ച് അത് എക്സ്പാൻഡും ചെയ്യും, കോൺട്രാക്റ്റും ചെയ്യും. അപ്പോൾ ഓരോ 20 മീറ്റർ ലെങ്ത്ത് കോൺക്രീറ്റ് ഇടുമ്പോഴും നമ്മളൊരു ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യണം, എന്നിട്ടേ അടുത്ത പീസ് കൺസ്ട്രക്ട് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ലോസ് ഓഫ് വെർട്ടിക്കാലിറ്റി. ഇപ്പോൾ നമ്മൾ കോളംസൊക്കെ പണിയുമ്പോൾ അത് നല്ല രീതിയിൽ സ്ട്രൈറ്റ് ആയിരിക്കണം. ചരിവുണ്ടെങ്കിൽ ആ ലോഡ് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവില്ല, ഫെയിലിയറും ഉണ്ടാവും. അടുത്ത ഇംപ്രോപ്പർ പ്ലേസിങ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പികളുടെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ കമ്പികൾ ഇടുമ്പോൾ പ്രോപ്പർ കവറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ടാഗ് ചെയ്ത് IS കോഡിൽ പറയുന്ന അത്രയും അളവിൽ കമ്പികൾ ഉപയോഗിക്കാവും. ഇത്രയാണ് പൂർ വർക്ക്മാൻഷിപ്പ് കൊണ്ടുണ്ടാകുന്ന ഫെയിലിയർ. ഇത് നമുക്ക് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ഫോം വർക്ക് ഫെയിലിയർ occurs at the time of placing concrete or during the maturity of concrete. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന തട്ട് കറക്റ്റായിട്ടല്ലെങ്കിൽ അപ്പോൾ അതെന്തൊക്കെ കാരണങ്ങളുണ്ടാകാം. ഈ ഫോം വർക്ക് ഫെയിലിയർ എന്ന് വെച്ചാൽ ഇംപ്രോപ്പർ ഷോറിങ്, ഇൻഅഡിക്വേറ്റ് ബ്രേസിങ്, ഇംപ്രോപ്പർ കണക്ഷൻ, ഇംപ്രോപ്പർ വൈബ്രേഷൻ ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് തട്ടിൽ ഉപയോഗിക്കുന്ന ഷീറ്റുകൾ, അതിൻ്റെ സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിച്ച ബ്രേസിങ്സ് ഇതൊന്നും ടൈറ്റ് അല്ലെങ്കിൽ പ്രശ്നം വരാം. ഇംപ്രോപ്പർ കണക്ഷൻ, ഇപ്പോൾ ഒരു ഷീറ്റ് അടുത്ത ഷീറ്റ് ഇത് തമ്മിൽ നട്ടും ബോൾട്ടൊക്കെ ഇട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കണക്ഷൻ ലൂസ് ആണെങ്കിൽ ഫോം വർക്ക് ഫെയിലിയർ ഉണ്ടാവും. അടുത്ത ഇംപ്രോപ്പർ വൈബ്രേഷൻ ഓഫ് കോൺക്രീറ്റ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനെ ഒരു തട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിൽ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ തടി കൊണ്ട് നല്ല രീതിയിൽ കോമ്പാക്ട് ചെയ്യും, അല്ലെങ്കിൽ വൈബ്രേറ്റർ നീഡിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും കോമ്പാക്ഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ചെയ്യുന്ന സംഭവം നമ്മുടെ ഈ തട്ടിലേക്ക് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ തട്ട് ഇളകുകയും അതിൻ്റെ അകത്ത് ക്രാക്സ് ഉണ്ടാകുകയും ചെയ്യും. ഇതൊക്കെയാണ് ഫോം വർക്ക് ഫെയിലിയർ ഉണ്ടാകാനുള്ള റീസൺസ്. അടുത്തത് ഇംപ്രോപ്പർ മിക്സ് പ്രൊപ്പോർഷൻ. സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് ഷുഡ് ബി സെലക്റ്റഡ് ഇൻ സ്പെസിഫൈഡ് റേഷ്യോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്ന രീതിയിൽ വേണം നമ്മൾ ആ റേഷ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ. ദ മിക്സ് പ്രൊപ്പോർഷൻ ആൻഡ് വാട്ടർ കണ്ടൻറ്റ് റേഷ്യോ ഷുഡ് ബി മെയിൻറ്റെയിൻ കറക്റ്റ്ലി ടു ഗെറ്റ് ദ റിക്വയർഡ് സ്ട്രെങ്ത്. ചില ആൾക്കാർ പെട്ടെന്ന് നമുക്ക് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി അധികം വെള്ളം ആഡ് ചെയ്യും, വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുമ്പോൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകും. മിസ്റ്റേക്സ് ഇൻ പ്ലേസിംഗ് ആൻഡ് കോമ്പാക്റ്റിംഗ്. ദ കോൺക്രീറ്റ് ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ് ആൻഡ് പ്ലേസ്ഡ് ഇൻ ദ ഫൈനൽ പൊസിഷൻ വിത്തൗട്ട് സെഗ്രിഗേഷൻ. കോൺക്രീറ്റിൽ സെഗ്രിഗേഷൻ വരാത്ത രീതിയിൽ വേണം അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലേസ് ചെയ്യാനും. കോമ്പാക്ഷൻ ഷുഡ് ബി പ്രോപ്പർ, അതായത് ഓവറായിട്ടും കോമ്പാക്ട് ചെയ്യരുത്, കുറച്ചും കോമ്പാക്ട് ചെയ്യരുത്, ആവശ്യത്തിന് മാത്രമേ കോമ്പാക്ഷൻ നടക്കാവൂ. അടുത്തത് മിസ്റ്റേക്സ് ഇൻ ക്യൂറിങ്. ദ ക്യൂറിങ് ഷുഡ് ബി കണ്ടിന്യൂഡ് ഇൻ ദ ഫസ്റ്റ് 2 വീക്സ്. ആദ്യത്തെ 14 ദിവസം നല്ല രീതിയിൽ തന്നെ വെള്ളം നിറയ്ക്കണം. അതിനുശേഷം 3 to 4 വീക്സും അത്ര ഇൻറ്റൻസിറ്റിയിൽ ചെയ്തില്ലെങ്കിലും റെഗുലറായിട്ട് നമ്മളതിനെ വെള്ളം നിറയ്ക്കണം. അതായത് ചുരുക്കം പറഞ്ഞാൽ 4 വീക്ക്, അതായത് 28 ദിവസം നമ്മളതിനെ പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്യണം. നോട്ട് പ്രൊവൈഡിങ് ജോയിൻറ്റ്സ്. എവറി 20 to 30 മീറ്റർ ലെങ്ത് ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ നീഡ് എക്സ്പാൻഷൻ ജോയിൻറ്റ് ടു അവോയ്ഡ് അൺനെസസറി സ്ട്രെസ്. ഓരോ 20 to 30 മീറ്റർ ലെങ്ത്തിൽ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഒരു ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അടുത്തത് വേണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ ഈ ജോയിൻസ് ആണ് ഈ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന എക്സ്പാൻഷനും കോൺട്രാക്ഷനൊക്കെ ആ ഒരു സ്ട്രെസ്സിനെ ക്യാൻസൽ ചെയ്ത് കളയുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളൊരു ഫുൾ സ്ട്രക്ചർ ഒരുമിച്ചാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ എക്സ്പാൻഷൻ കോൺട്രാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടാവും. അടുത്ത ലോസ് ഓഫ് വെർട്ടിക്കാലിറ്റി. ദ വെർട്ടിക്കാലിറ്റി ഓഫ് കോളം ഷുഡ് ബി മെയിൻറ്റെയിൻ ടു അവോയ്ഡ് അൺനെസസറി സ്ട്രെസ്. ഈ കോളംസ് ആണ് അതിൻ്റെ ലോഡ് തൊട്ട് താഴെയുള്ള സ്ലാബും ബീമിൽസേക്കും കൊടുക്കുന്നത്. കോളം ചരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ഈ വെർട്ടിക്കലി വരേണ്ട ഫോഴ്സ് ഇൻക്ലൈൻഡായി പോകും. ഇപ്പോൾ ഇൻക്ലൈൻഡായിട്ട് ഫോഴ്സ് വന്ന് നമുക്കറിയാം, ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ മെമ്പറുണ്ട്, വെർട്ടിക്കൽ മെമ്പറുണ്ട്. അപ്പോൾ ഒരുപാട് സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എക്സ്ട്രാ വരും, അത് അൺഈവൻ സെറ്റിൽമെൻറ്റ് വെച്ച് ക്രാക്ക് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അടുത്തത് ഇംപ്രോപ്പർ പ്ലേസ്മെൻറ്റ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കമ്പി പ്രോപ്പറായിട്ട് കൊടുത്തില്ലെങ്കിൽ,
ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ടെൻഷൻ സൈഡ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ബീമൊക്കെ പഠിച്ചപ്പോൾ കമ്പി മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് താഴെയാണ് കൊടുക്കുന്നത്, കാരണം ടെൻഷൻ സൈഡിലാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് IS സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള എമൗണ്ടിൽ മാത്രമേ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ഇൻ ദ പ്ലേസ്മെൻറ്റ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓവർലാപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ബോണ്ട് ലെങ്ത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കമ്പികളൊക്കെ പലയിടത്തും നമ്മൾ ഓവർലാപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കമ്പി ഇട്ടിട്ട് അടുത്ത കമ്പി ഇങ്ങനെ വെച്ചിട്ട് ടാഗ് ചെയ്യരുത്, അത് തമ്മിലൊരു ഓവർലാപ്പ് ഉണ്ടാവും. ഈ ഓവർലാപ്പ് ചെയ്യേണ്ടത് മിനിമം ഡിസ്റ്റൻസ് കോഡ് പറയുന്നുണ്ട്, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ FE 415 ഗ്രേഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബോണ്ട് ലെങ്ത് എന്ന് വെച്ചാൽ 50 ടൈംസ് അതിൻ്റെ ഡയമീറ്ററാണ്. അതൊക്കെ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ദ ഓവർലാപ്പ് ഷുഡ് ബി സ്റ്റാഗേർഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ഓവർലാപ്പിംഗ് പ്രൊവൈഡ് ചെയ്യാം. ദ ടോപ്പ് ബാർ ഡിസൈൻ ടു ക്യാരി ഹോഗിങ് മൊമെൻറ്റ്സ് അറ്റ് സപ്പോർട്ട് ഷുഡ് ബി എക്സ്റ്റെൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ബോണ്ട് ലെങ്ത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബാറുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിന് ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വേണം കൊടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ ഓവർലാപ്പിംഗ് പറയുന്നത്. ഒരു മിനിമം ഡെവലപ്മെൻറ്റ് ലെങ്ത് LD അത് പ്രൊവൈഡ് ചെയ്താലേ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ വരുന്ന ബാറുകളൊക്കെ ഒരു പോയിന്റിൽ കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കും, സ്ട്രെസ്സ് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി. അതേപോലെ ഇപ്പോൾ നമുക്ക് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്താൽ മതി റീഇൻഫോഴ്സ്മെൻറ്റ്, പക്ഷേ ഇങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ ബാറിനെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയി ബെൻഡ് ചെയ്ത് നിർത്തും, ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോയി ബെൻഡ് ചെയ്ത് നിർത്തും. അപ്പോൾ ഇതാണ് കറക്റ്റ്, ഇത് റോങ് ആണ്. അപ്പോൾ അതേപോലെ L ഷേപ്പിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി, പക്ഷേ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഈ വരുന്നതിനെ താഴത്തേക്ക് ബെൻഡ് ചെയ്ത് നിർത്തണം, ഈ വരുന്നതിനെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് നിർത്തണം. അപ്പോൾ അങ്ങനെ ബാർ പ്ലേസ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട്. If the bars are to be bent so as to change their direction, the resultant force should not be towards cover. All reinforcement should have minimum cover as per 456. ഏത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താലും അതിനകത്തിന് മിനിമം കവർ IS 456-2000 കോഡിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കണം. അതായത് നമ്മൾ DCSൽ പഠിക്കുന്ന സെയിം കോഡാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഫിഗേഴ്സാണ് ഈ തരുന്നത്, ഏതാണ് ശരി ഏതാണ് റോങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തത് ഓവർലോഡിങ്. RCC ഫെയിലിയർ ഉണ്ടാകുന്നതിൻ്റെ അവസാനത്തെ കോസസാണ് ഓവർലോഡിങ്. The concrete structures are designed with the expected strength of concrete and steel to resist the estimated load in life of structure. അപ്പോൾ ഓരോ കോൺക്രീറ്റ് സ്ട്രക്ചറും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചും പിന്നെ സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടും ഒരു പർട്ടിക്കുലർ കാലാവധിക്കാണ് നമ്മളതിനെ ഡിസൈൻ ചെയ്യുന്നത്. The uncertainty in the properties of material and their uniformity make the structure overload. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടിയിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ആ സ്ട്രക്ചറിനെ ബാധിക്കും. Partial safety factor for the material and loads are considered to design to account this. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും പോയിൻ്റ് ഒരു ഓവർലോഡിങ് വരുവാണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ DCS പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് കാണും, നമുക്കറിയാം ആക്ച്വൽ ക്യാരി ചെയ്യേണ്ട മൊമെൻറ്റ് M ആണെങ്കിലും ഡിസൈൻ മൊമെൻ്റായിട്ട് നമ്മൾ M×1.5 എടുക്കുന്നുണ്ട്. അതായത് ആക്ച്വലി നമുക്ക് താങ്ങേണ്ട ലോഡ് അല്ലെങ്കിൽ മൊമെൻറ്റിനെക്കാളും ഒരു 50% കൂടുതൽ ഇട്ടിട്ടാണ് നമ്മൾ ആ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഒരു എക്സ്ട്രാ സേഫ്റ്റി ഫാക്ടർ ഇടുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഓവർലോഡിങ് വന്നാലും അത് സേഫായിട്ട് നിൽക്കും. ഇനി അടുത്ത ഫെയിലിയർ ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ. The steel structures are built with a standard steel section connected by bolting, riveting or welding. അപ്പോൾ സ്റ്റീൽ സെക്ഷൻസ് എന്ന് വെച്ചാൽ അത് തമ്മിൽ പല സ്റ്റീൽ സെക്ഷൻസ് വഴി ബോൾട്ടിങ്ങോ റിവറ്റിങ്ങോ വെൽഡിങ്ങോ വഴി ജോയിൻ ചെയ്താണ് വെച്ചേക്കുന്നത്. The failure of connection is the most critical and common failure in steel structure. അപ്പോൾ സ്റ്റീൽ ഫെയിലിയർ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം അതിൻ്റെ കണക്ഷൻ ഫെയിലിയറാണ്. ഈ ബോൾട്ട് ചെയ്യുന്നത്, റിവറ്റ് ചെയ്യുന്നത്, വെൽഡ് ചെയ്യുന്നതിലൊക്കെ വരുന്ന ഫെയിലിയറാണ്. ദ ഫെയിലിയർ ഓഫ് ജോയിൻറ്റ് മേ ബി ഡ്യൂ ടു. ഈ രീതിയിൽ സ്റ്റീൽ സ്ട്രക്ചറിലെ ജോയിൻറ്റ് ഫെയിലിയർ 3 രീതിയിലുണ്ടാകാം. ഒന്ന് ഷിയറിംഗ് ഓഫ് എഡ്ജ്, ക്രഷിംഗ് ഓഫ് ഗസറ്റ് പ്ലേറ്റ്, റപ്ചർ ഓഫ് പ്ലേറ്റ്സ്. The design should be such that the center of gravity of the bolt coincide with the center of gravity of connected member. അപ്പോൾ നമ്മൾ സ്റ്റീൽ കണക്ഷൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ബോൾട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആ ബോൾട്ടിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ആ കണക്ഷൻ മെമ്പറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ വേണം അതിനെ ബോൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുക. ദ സെക്ഷൻ ഷുഡ് ബി ഡിസൈൻഡ് ബേസ്ഡ് ഓൺ ബക്ലിംഗ് ഓഫ് കംപ്രഷൻ മെമ്പർ ആൻഡ് ടോർഷണൽ മൊമെൻറ്റ്. അപ്പോൾ ഓരോ സെക്ഷനും നമുക്കറിയാം L ഷേപ്പ്, I സെക്ഷൻ, ചാനൽ സെക്ഷൻ, അപ്പോൾ അങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഏത് സെക്ഷനാണ് സ്റ്റീൽ സ്ട്രക്ചറിന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്രഷനും ടോർഷണൽ മൂവ്മെൻറ്റിനെയും കൺസിഡർ ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ബിൽഡിംഗ് ഫെയിലിയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. ഇത് ഓരോന്നിൻ്റെയും ഹെഡിങ്, സബ് ഹെഡിങ്, അതിൻ്റെ റീസൺസ്, ക്ലാസിഫിക്കേഷനൊക്കെ വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞത്. മിനിമം ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ടായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ വാൾസ് ഫെയിലിയർ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഫെയിലിയർ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. ചിലപ്പോൾ ഇൻ ഡീറ്റെയിൽ ഒരു 14 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ വരുന്നത്. താങ്ക് യു.